ഇന്ത്യയിൽ നിന്നും മടങ്ങാൻ വെറും 8 മണിക്കൂർ മാത്രം അവശേഷിക്കെ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോട് ഒരു അമേരിക്കൻ വ്ളോഗർ ഒരു ആവശ്യം ഉന്നയിച്ചു. എൻ്റെ പേര് ഗബ്രുജി എന്നാണ്. എനിക്കൊരു ആധാർ കാർഡ് വേണം. ഇന്ത്യയിൽ നിന്ന് പുറപ്പെടാൻ 8 മണിക്കൂർ മാത്രം ബാക്കിയുള്ളപ്പോഴാണ് ഇന്ത്യയിലെ സ്നേഹം അനുഭവിച്ചറിഞ്ഞ് അമേരിക്കൻ വ്ളോഗറായ ഗബ്രുജി പ്രധാനമന്ത്രിയോട് ഈ രസകരമായ ആവശ്യം ഇൻസ്റ്റാഗ്രാം വീഡിയോയിലൂടെ ഉന്നയിച്ചത്. താൻ വികാരഭരിതനാണെന്നും ഇന്ത്യയിലെ അനുഭവങ്ങൾ തന്നെ വല്ലാതെ സ്പർശിച്ചെന്നും ഗോബ് എന്ന ഗബ്രുജി വീഡിയോയിൽ വിശദീകരിച്ചു. വിദേശികൾക്ക് എല്ലാം ഉണ്ടെന്ന് പലരും കരുതുന്നുണ്ടെങ്കിലും ഇന്ത്യയാണ് യഥാർത്ഥത്തിൽ എല്ലാം നൽകുന്നതെന്ന് ഗബ്രുജി അഭിപ്രായപ്പെട്ടു. വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലാകുകയും 2 ദശലക്ഷത്തിലധികം കാഴ്ചക്കാരെ നേടുകയും ചെയ്തു. നിരവധി പേർ തങ്ങളുടെ അനുഭവങ്ങൾ പങ്കുവച്ച് കമൻറ്റ് ചെയ്യുകയും ചെയ്തു. കഴിഞ്ഞ തവണ ഇന്ത്യ വിട്ടപ്പോഴും താൻ കരഞ്ഞു. ഇന്ത്യയിൽ നിന്ന് പുറപ്പെടാൻ 8 മണിക്കൂർ മാത്രം ഇനിയും ബാക്കിയുണ്ട്. സത്യം പറഞ്ഞാൽ ഞാൻ ഇപ്പോൾ കരയാൻ തുടങ്ങും. കഴിഞ്ഞ തവണ വീഡിയോ ചെയ്തപ്പോൾ ഞാൻ ശരിക്കും കരഞ്ഞു പോയിരുന്നു. ഈ രാജ്യത്തെ എല്ലാ കാര്യങ്ങളും എന്നെ വല്ലാതെ സ്പർശിച്ചുവെന്ന് ഗബ്രുജി വികാരഭരിതനായി പറയുന്നുണ്ട്. ഇന്ത്യയിലെ സുഖസൗകര്യങ്ങൾ, ജീവിത നിലവാരം എന്നിവയെക്കുറിച്ചുള്ള തൻ്റെ മുൻവിധിയെ എങ്ങനെ വെല്ലുവിളിച്ചു എന്ന് ഗോബ് വിശദീകരിക്കുന്നുണ്ട്. വെള്ളക്കാരനോ വികസിത രാജ്യക്കാരനോ ആയി പലപ്പോഴും ബന്ധപ്പെട്ടിരിക്കുന്ന അനുമാനങ്ങളെ അഭിസംബോധന ചെയ്തുകൊണ്ട് അദ്ദേഹം സംസാരിക്കുകയും ചെയ്തു. ഇന്ത്യയിലെ ജീവിതം സുഗമമായി പോകുന്നു എന്നതാണ് ഗോബിനെ ഏറ്റവും കൂടുതൽ ആകർഷിച്ചത്. ഏതു സമയത്തും ഭക്ഷണം, ഗതാഗതം, മറ്റ് സേവനങ്ങൾ എന്നിവ കണ്ടെത്തുന്നതിൻ്റെ എളുപ്പം അത്ഭുതപ്പെടുത്തുന്നുവെന്ന് യുവാവ് പറഞ്ഞു. വിദേശികൾക്ക് എല്ലാം ഉണ്ടെന്ന പൊതുവായ ധാരണയെക്കുറിച്ചും അമേരിക്കൻ വ്ളോഗറായ ഗബ്രുജി വീഡിയോയിൽ സംസാരിച്ചു. അവർ കരുതുന്നത് വെളുത്തവരായതുകൊണ്ട് എല്ലാം ഉണ്ടെന്നാണ്. എന്നാൽ അങ്ങനെയില്ല. സത്യത്തിൽ എനിക്ക് തോന്നുന്നത് ഈ രാജ്യത്താണ് എല്ലാം ഉള്ളതെന്നാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ വീട് വൃത്തിയാക്കാൻ ആളുകളെ വേണമെങ്കിൽ അതുണ്ട്. നിങ്ങൾക്ക് ട്രാഫിക് ഒഴിവാക്കി സൈഡ് വക്കിലൂടെ ബൈക്കിൽ കൊണ്ടുപോകാൻ ആളുകളെ വേണമെങ്കിൽ അതുമുണ്ടെന്ന് യുവാവ് പറഞ്ഞു. ട്രാഫിക് ഒഴിവാക്കാനായി റോഡിൻ്റെ സൈഡ് വക്കിലൂടെ ബൈക്കിൽ ആരോ കൊണ്ടുപോയതിനെക്കുറിച്ചാണ് വ്ളോഗർ ഇങ്ങനെ പറഞ്ഞത്. ഏത് സമയത്തും തെരുവ് ഭക്ഷണം വേണമെങ്കിൽ അത് ലഭ്യമാണ്. ഇന്ത്യക്ക് ഞാൻ നന്ദി പറയാൻ ആഗ്രഹിക്കുന്നു. എനിക്ക് നിങ്ങളെ വല്ലാതെ മിസ് ചെയ്യും. അടുത്ത തവണ കാണാമെന്ന് ഗബ്രുജി വീഡിയോയിൽ പറയുന്നുണ്ട്. വീഡിയോ അവസാനിക്കാറാകുമ്പോൾ അദ്ദേഹം വികാരഭരിതനാകുന്നുണ്ട്. ഇന്ത്യയിലേക്ക് വൈകാതെ തിരിച്ചു വരുമെന്ന് പ്രതീക്ഷിക്കുന്നുവെന്ന് യുവാവ് കൂട്ടിച്ചേർത്തു. US വ്ളോഗറുടെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയായി. ഇതിനോടകം 2 ദശലക്ഷത്തിലധികം ആളുകൾ വീഡിയോ കണ്ടു കഴിഞ്ഞു. 1.5 ലക്ഷത്തിലധികം ലൈക്കുകളും ആയിരക്കണക്കിന് കമൻറ്റുകളും ലഭിച്ചു. ഇതോടെ നിരവധി പേർ തങ്ങളുടെ അനുഭവങ്ങൾ പങ്കുവെക്കുകയും ചെയ്തു. വീഡിയോ പെട്ടെന്ന് വൈറലായതോടെ ഇന്ത്യയിൽ താമസിക്കുന്ന വിദേശികൾക്കിടയിൽ വലിയ ചലനമുണ്ടായി. ഇവിടുത്തെ ജനങ്ങളുമായും സംസ്കാരവുമായും വൈകാരിക ബന്ധം സ്ഥാപിച്ച ശേഷം രാജ്യം വിടാൻ പാടുപെടുന്നതിൻ്റെ സമാനമായ കഥകൾ പലരും പങ്കിടുകയും ചെയ്തു. എനിക്ക് ഇത് മനസ്സിലാകുന്നു. ഞാൻ ഇപ്പോൾ ഇന്ത്യയിലാണ്. ഓസ്ട്രേലിയയിലേക്ക് തിരികെ പോകാൻ മടിയാണ്. എൻ്റെ ഭർത്താവ് പഞ്ചാബിയാണ്. ഞങ്ങൾ അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കളെ സന്ദർശിക്കാൻ 3 മാസമായി ഇവിടെയുണ്ട്. പാശ്ചാത്യ മാധ്യമങ്ങൾ ഈ രാജ്യത്തെ എത്രത്തോളം തെറ്റായി ചിത്രീകരിക്കുന്നുവെന്ന് ഞാൻ അത്ഭുതത്തോടെ നോക്കി കാണാറുണ്ട്. ഇത് ലോകത്തിലെ ഏറ്റവും അത്ഭുതകരമായ സ്ഥലമാണെന്ന് ഒരാൾ കുറിച്ചു. അങ്ങനെ പലരും ഇന്ത്യയിൽ നിന്ന് അനുഭവിച്ച സ്നേഹം കമൻ്റായി പങ്കുവെക്കുന്നുണ്ട്. സമയം മലയാളം വാർത്തകൾ ഇനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും. ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ. മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ. വാർത്തകൾ ആസ്വദിക്കാം. എല്ലാം ഇനി സമയത്തിൽ.